നല്ല നട്ടപ്പൊരി വെയിലായതുകൊണ്ട് തന്നെ കുടയും പിടിച്ചിട്ടാണ് കേട്ടോ ഇന്നിപ്പോൾ അതേ ഞാൻ പോയിക്കൊണ്ടിരിക്കണത്. അപ്പോൾ എനിക്കൊന്ന് മുതുതലയ്ക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, ബാങ്കിലൊക്കെ ഒന്ന് പോകണം. അപ്പോൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ നല്ല വെയിലാണ്. വേഗം ചെന്ന് ഒരു കുട എടുത്തിട്ട് പിന്നെ അങ്ങോട്ട് പോന്നു കേട്ടോ. അപ്പോൾ വരുന്ന വഴിയിൽ ഇതാ കണ്ടില്ലേ, നമ്മുടെ പറങ്കിമാങ്ങ കശുമാങ്ങ എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവം നിറയെ പൂത്ത് ഇതേ ഒന്ന് രണ്ട് കശുമാങ്ങയൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ പഴയ കാലം ഒക്കെ ഓർമ്മ വന്നു, ഒരു നൊസ്റ്റു. പണ്ട് ഇതൊക്കെ എത്ര തിന്നിട്ട് ഇങ്ങനെ നടന്നതല്ലേ നമ്മളൊക്കെ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കശുമാങ്ങ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്ന് അറിയില്ല. നമ്മൾ ശ്രീകുട്ടർ സ്കൂളിലേ ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ചില കുട്ടികൾ കശുമാങ്ങ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അത്രേ. അങ്ങനെ ടീച്ചർ പറയുന്നത് കേട്ടു കേട്ടോ. അപ്പോൾ അതെ ഞാൻ കശുമാങ്ങയൊക്കെ കണ്ട് പിന്നെ അങ്ങനെ നേരെ മുതല വന്ന് ബാങ്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ നേരെ പച്ചക്കറി കടയിൽ കയറിയിട്ടോ. നമ്മൾ പെണ്ണുങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്യാവശ്യം കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടല്ലേ തിരിച്ച് കയറുള്ളൂ. അങ്ങനെ പച്ചക്കറി വാങ്ങിയിട്ട് പിന്നെ നേരെ ഞാനൊരു ടെക്സ്റ്റൈൽസിലേക്കാണ് പോയത്. എൻ്റെ ചേച്ചിയുടെ മോൻ്റെ ഒരു ബർത്ത്ഡേ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ബർത്ത്ഡേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, അന്ന് നമ്മുടെ ശ്രീകുട്ടർ സ്കൂളിൽ ആനുവൽ ഡേ ആണ്, അവളുടെ ഡാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബർത്ത്ഡേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അവനൊരു ഷർട്ട് വാങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കടയിൽ കയറിയതാണ്. പിന്നെ അവിടെ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷർട്ട് ഞാൻ അങ്ങോട്ട് എടുത്തിട്ട് പോന്നു കേട്ടോ. അങ്ങനെ ഒരു ഷർട്ട് വാങ്ങിച്ചിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് അങ്ങനെ പോന്നു. പിന്നെ അടുത്ത കടയിൽ കയറി കേട്ടോ. പിന്നെ നമ്മുടെ കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, നമ്മളൊരു വഴിക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവിധ കാര്യങ്ങളും കഴിച്ചിട്ട് വേണമല്ലോ തിരിച്ചു പോകാൻ. അപ്പോൾ അതേ ഞാൻ എടുത്തത് ഇതാ ഈ ഒരു ഷർട്ടാണ് കേട്ടോ. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് നമ്മുടെ മുതുതലയിൽ തന്നെയുള്ള വള്ളുവനാട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഗോൾഡും ഡയമണ്ടും വാങ്ങാനൊന്നുമല്ല കേട്ടോ, ഒരു വെള്ളി പാദസരം വാങ്ങാൻ വേണ്ടി പോയതാണ്. എൻ്റെ കാലിൽ പാദസരം പൊട്ടിയിട്ട് കുറേ കാലമായി ഇങ്ങനെ ഇരിക്കണു. അപ്പോൾ പിന്നെ അതൊന്ന് മാറ്റി വാങ്ങാമെന്ന് വിചാരിച്ച് പോയതാണ്. അങ്ങനെ അവിടെ പോയിട്ട് കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ഞാൻ എടുത്തിട്ട് പോന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വെള്ളി വാങ്ങുമ്പോൾ നല്ല ഒടുക്കത്തെ വിലയാണ്, തിരിച്ച് കൊടുക്കണ സമയത്ത് 10 പൈസ പോലും നമുക്ക് കിട്ടാത്ത അവസ്ഥയാണ് അല്ലേ. അങ്ങനെ പാദസരമൊക്കെ വാങ്ങിയിട്ട് നേരെ ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.